നമസ്കാരം. ശീതളെ, ശിവൻകുട്ടി അദ്ദേഹത്തിന് സുഖമില്ലാത്ത ആളാണെന്ന് അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പലപ്പോഴും തെറ്റിപ്പോകുന്നത്. അദ്ദേഹത്തെ കളിയാക്കരുത്, ഈ പരിഹാസം നല്ലതല്ല ശീതളെ തുടങ്ങിയ കമൻറ്റുകൾ ഞാൻ നിരോധിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ കസേരയിൽ അദ്ദേഹം തുടരുന്നിടത്തോളം കാലം അങ്ങനെ ഇരുന്നു കൊണ്ട് വിവരദോഷം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ഞാൻ വിമർശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഒന്നും പറയണ്ട. മദ്യ പൗരസ്ത്യ ദേശത്തെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അണ്ണൻ ഈ ഒരു മദ്യത്തിനെ കുറിച്ചുള്ള അറിവേ ഉള്ളൂ. മദ്യം എന്നൊരു വാക്കുണ്ട് എന്ന് അണ്ണൻ അറിയില്ല. മദ്യ പൗരസ്ത്യ ദേശത്തെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ മദ്യ പൗരസ്ത്യ ദേശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു റിപ്പോർട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ കേൾക്കാത്ത പല അറിവുകളും നമുക്ക് കിട്ടി. SSLC മാർച്ച് 5 പരീക്ഷയും അടുത്തത് ഈ സാധനം. ഇതും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു പോക്കൃത്തരമാണ് ഈ കാണിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും കൂടെ ആയതുകൊണ്ടാണ് കേട്ടോ ഇത് എടുത്തു പറയുന്നത്. ഏതെങ്കിലും ഒരു അധ്യാപകർ അല്ലെങ്കിൽ വിവരമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യർ, പഠനത്തെ സീരിയസ് ആയിട്ട് കാണുന്ന ഏതെങ്കിലും ഒരു കുട്ടി, അറിവ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പോലും ഇങ്ങനെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ? പള്ളിക്കൂടത്തിൽ പോകാത്ത ആളുകൾ പോലും പുസ്തകത്തെ ഇങ്ങനെ അധിക്ഷേപിക്കില്ല, അറിവിനെ ഇങ്ങനെ ആക്ഷേപിക്കില്ല. ഓരോ കുടം വെള്ളം വേണമെന്ന് തോന്നുന്നു അണ്ണൻ ഓരോ പേജും മറിക്കാൻ. കണ്ട് നിന്നിട്ട് നമുക്ക് ഛർദ്ദിക്കാൻ വരുന്നു. ഇക്കാര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുഞ്ഞുങ്ങൾക്കൊപ്പം ഉണ്ട്. ഇങ്ങനെ കുഞ്ഞുങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നതിലും ഭേദം ഒരു മൂലയ്ക്ക് കസരയിട്ട് മാറിയിരിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾ തന്നെ നടന്നോളും, അവർക്കൊപ്പം നിങ്ങൾ പോകല്ലേ. പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് പ്രഥമ അധ്യാപകർ പ്രിൻസിപ്പൽ വഴി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷ നൽകേണ്ടതാണ്. ഇനി നിങ്ങൾ പറ, ഞാൻ ഇതിനെയൊക്കെ വിമർശിക്കുന്നതും പരിഹസിക്കുന്നതും ഒക്കെ തെറ്റാണോ? ചെറിയ നിസാര കാര്യമാണെന്ന് ചിലർക്ക് തോന്നുമെങ്കിലും മറ്റു ചിലർക്ക് ഇതൊക്കെ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ പൊസിഷനിലിരിക്കുന്ന ആളായതുകൊണ്ട് ഇപ്പം തന്നെ പറഞ്ഞത് കേട്ടോ, ഇത് ആർക്കെങ്കിലും മനസ്സിലാകാൻ വേണ്ടിയാണോ പറയുന്നത്? പ്രഥമ അധ്യാപകർ പ്രിൻസിപ്പൽ വഴി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷ നൽകേണ്ടതാണ്. പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് പ്രഥമ അധ്യാപകർ പ്രിൻസിപ്പാൾ വഴി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷ കൊടുക്കണമെന്ന്. പ്രഥമ അധ്യാപകർ പ്രിൻസിപ്പാൾ, അതായത് പ്രഥമ അധ്യാപകർ അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ മുഖാന്തരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷ കൊടുക്കണം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയാൻ ശ്രമിക്കുന്നത്. ഇത്രയും വർഷം ഇരുന്നിങ്ങനെ പറഞ്ഞിട്ടും ആ ശ്രമം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നില്ല, പറ്റുന്നില്ല. കാരണം ചട്ടിയിലുള്ളതല്ലേ തവി കിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആക്കി എടുത്ത് ഇങ്ങനെ പരിഹസിക്കുന്നത് എന്തിനാണെന്നും നിങ്ങൾക്ക് തോന്നണ്ട. ഇതൊക്കെ വലിയ വലിയ തെറ്റുകളാണ്. ചിലരുണ്ടല്ലോ, വളരെ ചെറുതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില തെറ്റുകൾ ചെയ്താലും അതിന് വളരെ വലിയ സ്വാധീനം സമൂഹത്തിലും കുറേ ആളുകളിലും ഉണ്ടാകും. അങ്ങനെയുള്ള ചിലരാണ് ഈ മന്ത്രിമാർ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ. അപ്പോൾ ഇവരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഇങ്ങനെയല്ല സമൂഹം ഒരു പെരുമാറ്റമോ സംഭാഷണമോ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് പ്രതികരിക്കാനുള്ള അവകാശം ഇവിടെയുണ്ട്. അതുകൊണ്ട് പ്രതികരിക്കുന്നതാണ്. വേറൊരാളും കൂടി ചോദിച്ചു വാങ്ങിക്കാൻ ഇരിപ്പുണ്ട്. ആ സ്ത്രീക്കൊന്നും പറ്റിയില്ലെങ്കിൽ തിരിഞ്ഞിങ്ങനെ നോക്കണം. അല്ല, ഒരു സ്ത്രീ എപ്പോഴാണ് തിരിഞ്ഞു നോക്കുന്നത് എന്നാണോ, ഒരു സ്ത്രീ എപ്പോഴാണ് തൻ്റെ പൃഷ്ഠം പ്രദർശിപ്പിക്കുന്നത് എന്നതാണോ ജയരാജണ്ണൻ ഈ മാസ് പെർഫോമൻസിലൂടെ, അന്തങ്ങൾ പറയുന്ന പ്രകാരം ഈ മാസ് പ്രകടനത്തിലൂടെ കാഴ്ചവെച്ചത്, ഉദ്ദേശിച്ചത്? വെള്ള ഷർട്ടുകാരൻ സ്പർശിച്ചു എന്നുള്ളത് ആ സ്ത്രീക്കും വെള്ള ഷർട്ടുകാരനും അറിയാം. അപ്പോൾ കറുപ്പ് ഷർട്ട് ഇപ്പൊ വെള്ള ഷർട്ടായോ? വെള്ള ഷർട്ടുകാരൻ സ്പർശിച്ചത് കൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി തിരിഞ്ഞു നിന്നത് എന്നതായി കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥയുടെ പോക്ക്. ദൈവമേ, പെടലി ഉളുക്കിനി എവിടെ ചെന്ന് നിൽക്കുമോ എന്തോ. അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കില്ല. ആ നോട്ടം ഉണ്ടല്ലോ, ഒരു 1-1.25 നോട്ടമായിരുന്നു. ആ നോട്ടത്തിലുണ്ടല്ലോ അവിടെ നിന്നവരെല്ലാം ഭസ്മമായിപ്പോയി. കാരണം സൂര്യൻ കുറച്ച് എനർജി നമ്മുടെ സഹസഖാക്കൾക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. നോക്കി കരിച്ചു കളയാനുള്ള ഒരു പ്രത്യേക വൈഭവം. അതിൽ ഒരു ചിത്രം ഉണ്ടാക്കിയിട്ട് പോലീസിനെ നേരെ കയർത്തു എന്നുള്ള വ്യാഖ്യാനം കൊടുത്തു. ശരിയല്ല, ഇതൊന്നും ശരിയല്ലെന്നേ അണ്ണന് തലകുലുക്കി പറയാനുള്ളൂ. പോലീസുകാർക്ക് നേരെ കയർക്കുന്ന AI ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ ആ സ്ത്രീയുടെ നോട്ടത്തിന്റെ തീവ്രതയാണ് ചോദ്യം ചെയ്തത്. ഒരിക്കലും ഒരു സ്ത്രീ തന്റെ ദേഹത്ത് സ്പർശിച്ചിട്ടില്ലെങ്കിൽ നേരെ പോകുന്ന ഒരു സ്ത്രീ തിരിഞ്ഞു നോക്കില്ല. ലോകത്തിലുള്ള സകല സ്ത്രീകളുടെയും കാര്യം, മനസ്സിലിരിപ്പ്, സ്വഭാവം, സവിശേഷതകൾ ഇതൊക്കെ അണ്ണൻ അറിയാം. അതുകൊണ്ടാണ് ഒരു സ്ത്രീയും
തനിക്ക് നേരെ എന്തെങ്കിലും ഒരു സ്പർശനം ഉണ്ടായില്ലെങ്കിൽ തിരിഞ്ഞു നോക്കില്ല. ആരെങ്കിലും ഒരു കല്ലെടുത്തെറിഞ്ഞാൽ തിരിഞ്ഞു നോക്കില്ല. ഒരാളൊരു ചീത്ത വിളിച്ചാൽ തിരിഞ്ഞു നോക്കില്ല. പുറകിൽ അപ്രതീക്ഷിതമായിട്ടൊരു ശബ്ദം കേട്ടാൽ തിരിഞ്ഞു നോക്കില്ല. അവളെ സ്പർശിക്കണം, എങ്കിൽ മാത്രമേ അവൾ തിരിഞ്ഞു നോക്കുകയുള്ളൂ എന്നാണ് സ്ത്രീകളെ പറ്റിയുള്ള സകല ഗവേഷണവും കഴിഞ്ഞ് ജയരാജണ്ണം വന്നിരുന്നുകൊണ്ട് മെഴുകുന്നത്. അതുകൊണ്ടാണ് ആ ദൃശ്യം ഞാൻ ഒട്ടേറെ തവണ നോക്കി. എന്നിട്ട് ആ ദൃശ്യം ഞാൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ അണ്ണൻ ആ കാര്യത്തിൽ 101% ഉറപ്പുള്ളത് കൊണ്ടാണ് അണ്ണൻ തന്നെ ആ ദൃശ്യം തപ്പിയെടുത്ത് അണ്ണൻ തന്നെ ആ ദൃശ്യം കാണിച്ചത്. വീണ ചേച്ചി ഈ കാര്യം അറിഞ്ഞായിരുന്നു അണ്ണ? ആ ഒരു കാര്യത്തിലേ ഇനി സംശയമുള്ളൂ. ഏതായാലും ആ പെടലിയുടെ പരിപാടി നടന്നതിന് ശേഷം ഉണ്ടല്ലോ, ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ കോമഡി ആക്കിയത് മെച്ചപ്പെടുത്താൻ സഖാക്കൾ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ചിരിക്കാനേ നേരമുള്ളൂ. പിന്നെ അണ്ണനും ഗോവിന്ദമ്യാഷ്ട്രവും ഒക്കെയാണ് പ്രസ്ഥാനത്തിൻ്റെ നിലവിലെ മുഖ്യ ഐശ്വര്യങ്ങൾ. ആ കാര്യം കൂടി ഈ സമയത്ത് പറയുക കേട്ടോ. ഇന്നലെ വീണ ചേച്ചി ഒരു മാധ്യമത്തിന് അഭിമുഖം കൊടുത്ത് ഒരു മിനിക്കഥയെ ഒരു മഹാകാവ്യമാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ബഹിരാകാശത്ത് നിന്ന് ഇറങ്ങാൻ നേരമില്ല നിൽക്കുക. അതിനേക്കാൾ പെട്ടെന്ന് അതിൻ്റെ മേളിൽ ചെന്ന് നിൽക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ജയരാജണ്ണൻ. ഒരു വശത്ത് എല്ലാവിധ കൊള്ളരുതായ്മയ്ക്കും നേതൃത്വം കൊടുക്കുക, മറുവശത്ത് ധാർമ്മികതയുടെ വക്താവ് ചമയുക. ആരെ കൊണ്ട് പറ്റും? ഇവരെ കൊണ്ട് മാത്രം പറ്റും. പിന്നെ ക്യാപ്സ്യൂളുകളുടെ ഉപയോഗത്തിൽ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇവര്. ഇപ്പോൾ അഭിനയിച്ച് കാണിക്കുകയാണ്, കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് നമ്മുടെ മുന്നിൽ. തിരിഞ്ഞു നിൽക്കുന്നത് എങ്ങനെ, ചരിഞ്ഞു കിടക്കുന്നത് എങ്ങനെ, അവിടെ കിടന്ന് ഉരുളുന്ന കാര്യമായിരുന്നെങ്കിൽ അതും എണ്ണം കാണിച്ചേനെ. ക്യാപ്സ്യൂൾ വിഴുങ്ങുന്ന കാര്യത്തിൽ അത്രയ്ക്ക് ആത്മാർത്ഥതയുണ്ട് കേട്ടോ. സ്ത്രീക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ തിരിഞ്ഞു നോക്കില്ല. മറ്റേ കല്യാണരാമൻ സിനിമയിൽ പറയുന്ന പോലെ ചെന്തെങ്ങിൻ്റെ കൊലയാണെങ്കിൽ ആടും. അനുഭവം ഉള്ളതുകൊണ്ട് അണ്ണൻ അറിയാം. പുരുഷന്മാരാണെങ്കിൽ അവിടെ ബോംബ് പുറകെ പൊട്ടിയാലും തിരിഞ്ഞു നോക്കത്തില്ല, പക്ഷെ സ്ത്രീകൾ തിരിഞ്ഞു നോക്കും. ഏതായാലും ഇതുവരെ പറഞ്ഞു. അങ്ങനെ ആത്മാഭിമാനമുള്ള ആ സ്ത്രീ തിരിഞ്ഞു നോക്കിയപ്പോൾ പെടലി ഉളുക്കി. അതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിരുന്ന ഈ കഥ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കായിരുന്നു. അല്ല, നമ്മളൊരു തുടർക്കഥയാണല്ലോ അല്ലേ ഉദ്ദേശിക്കുന്നത്. നമുക്കിത് ഇലക്ഷൻ വരെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ആടിനെ പട്ടിയാക്കാൻ നമുക്ക് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലായിടത്തും ക്യാമറ ഉള്ളത് കൊണ്ട്, നാട്ടുകാർക്കൊന്നും അറിയാത്തത് കൊണ്ട് നമുക്ക് ശ്രമിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ പാർട്ടി ക്ലാസ്സിൽ അഭിനയം എന്ന പുതിയ വിഷയം സിലബസിൽ ചേർത്തു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അണ്ണനാണ് അതിൻ്റെ മെയിൻ ആളെന്നും മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയുള്ള പ്രകടനങ്ങളൊക്കെ പൊതുജനങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് കാഴ്ചവെക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മുടെ അന്തങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന കാര്യം അണ്ണൻ ഏറ്റെന്ന് ഞങ്ങൾക്കറിയാം. നടക്കട്ടെ. പിന്നെ ഞങ്ങൾ ഈ സംഭവം മറന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എപ്പോഴും ചിരിക്കാൻ വയ്യ. നിങ്ങളിനി കൂടുതൽ കോമഡി പൊട്ടിച്ച് യുദ്ധത്തിൻ്റെ സീരിയസ്നെസ് കൂടെ കുറയ്ക്കരുതേ.